എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? എന്ത് പരിപാടിയാ? അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ശേഷമാണ് ചോദിച്ചത്. ഞാൻ ചെരിപ്പിരിഞ്ഞു അത്ര ഒരു വിഷയം. അവൻ പില്ലു എറിഞ്ഞ് പൊട്ടിച്ച് മറ്റേ തെരഞ്ഞെടുക്കൊണ്ടിരിക്കുക അച്ഛനമ്മയ്ക്കും. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. മറ്റേ ഇതെന്താ കാണിച്ചിരിക്കും? പക്ഷെ ഞാൻ നിന്നെ ഡയറക്റ്റ് വിഷയം പോകേണ്ടത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. പാർഷ്യാലിറ്റിയാണത്. പക്ഷെ എനിക്ക് പേടിയില്ല, ഒരു കുഴപ്പമില്ല എനിക്ക്. അല്ല പേടിയല്ല, ഒരു ഭയം. ഭയം. എനിക്ക് ഡയറക്ടറിന്റെ ഫേവറേറ്റ് ആക്ടറാണ്. നീ ഓറാക്കി ചളിയാക്കണ്ട. നിന്റെ ക്യാപ്റ്റൻസി നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നിന്റെ വിചാരം ലൈവ് ലാലേട്ടൻ ഫാൻസ് കേട്ടോണ്ടിരിക്കുമ്പോൾ അവർ പറയും, ഓ ആരും ഭയങ്കര തെറ്റാണ്. എനിക്ക് വേണ്ടി ലാലേട്ടൻ ചങ്കിലാണ്. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. എല്ലാ വിചാരിച്ചിട്ടുണ്ട് ഒരു ലാലേട്ടൻ. ഒരു പേടിയില്ല. മാക്സിമം പുറത്തു പോലും മരിച്ചു പോലില്ലോ. ഇപ്പൊ എന്താ പറഞ്ഞ? എല്ലാ വിചാരിച്ചിട്ടുണ്ട് ലാലേട്ടൻ. ഒരു പേടിയില്ല. മാക്സിമം പുറത്തു പോലും മരിച്ചു പോലില്ലോ. എന്തെങ്കിലും കുത്തിക്കേട്ടി തന്നെ വായിക്കാത്ത നീ ഇവിടെ കിടന്ന് നരകിച്ചപ്പോ നന്നായി കാണുമെന്ന് കരുതിയത് എന്റെ തെറ്റ്. ചേരിപ്പെടുത്ത് എന്റെ ചെവി കുറ്റിക്ക് അടിക്കണം. ഏയ്, ഞാനതൊന്നും ചെയ്യില്ല. കഴിവറമാനെ പുറത്ത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.